സിസ്റ്റേഴ്സ്, പള്ളിവാതിൽക്കലച്ചൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ജീസസ് യൂത്ത് പ്രവർത്തകരെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പള്ളിവാതിൽക്കലച്ചനെ പറ്റി വളരെ ലഘുവായിട്ട് ഏതാനും വാക്കുകൾ മാത്രം ഞാൻ പറയട്ടെ. പള്ളിവാതിൽക്കലച്ചൻ 1939 ഡിസംബർ 11 ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ എന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട പരേതരായ ചെറിയാൻ അന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. 8 മക്കളായിരുന്നു. അതിലേറ്റവും അവസാനത്തെ ആളായിരുന്നു അബ്രാഹം. പരേതരായ ഔസഫ് ചെറിയാൻ, നൈനാൻ ചെറിയാൻ, സിസ്റ്റർ സ്കോളാസ്റ്റിക്ക SD, സിസ്റ്റർ ജെർട്രൂഡ് ഹോളി ക്രോസ്, സിസ്റ്റർ മേരി ഗ്രേസ് FCC, സിസ്റ്റർ മേരി ഡൊളോറസ് സെയിന്റ് ജോസഫ്സ് ലയൺസ് എന്നിവരാണ് മറ്റു സഹോദരങ്ങൾ. അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ഇന്ന് ഈ തിരുക്കർമ്മത്തിനെത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 1958 മെയ് 17 ഈശോസഭയിൽ ചേർന്നു. നീണ്ട 13 വർഷത്തെ സന്യസ്ത വൈദിക പരിശീലനത്തിന് ശേഷം 1971 മാർച്ച് 15 വൈദിക പട്ടം സ്വീകരിച്ചു. 1977 ഈശോസഭയിൽ നിത്യവ്രത വാഗ്ദാനം നടത്തി. അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചത് പട്ടുവം ഹോളി ഫാമിലി ഇടവകയിൽ സഹവികാരിയായിട്ടായിരുന്നു. പിന്നീട് സ്നേഹസേന ഡയറക്ടർ, ആത്മീയ ഗുരു, ധ്യാന പ്രസംഗകൻ, ജീസസ് യൂത്ത് ആനിമേറ്റർ എന്നീ നിലകളിലും ഈശോസഭയിലെ വിവിധങ്ങളായ കമ്മ്യൂണിറ്റികളിൽ സുപ്പീരിയറും റെക്ടറും അഡ്മിനിസ്ട്രേറ്ററുമൊക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇടവക ദേവാലയത്തിലെ വികാരിയായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2022 മുതൽ ഇവിടെ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. 1978 മുതൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൽ പള്ളിയച്ചൻ സജീവ സാന്നിധ്യമായിരുന്നു. നിരവധി വർഷങ്ങൾ അതിൻ്റെ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ എമ്മാവൂസ് പള്ളിവാതിൽക്കലച്ചൻ്റെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിയതും ആ പേരിട്ടതും അദ്ദേഹം തന്നെ. ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായിരുന്നു ഫാദർ അബ്രഹാം. തലമുറകളായി അനേകം യുവ കത്തോലിക്കരുടെ ആത്മീയ വളർച്ചയ്ക്ക് ദിശാബോധം നൽകിയ വ്യക്തിയായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ആനിമേറ്റർമാരിൽ ഒരാളായിരുന്ന അദ്ദേഹം തൻ്റെ വൈദിക ശുശ്രൂഷയുടെ വലിയൊരു പങ്ക് യുവജന സുവിശേഷവത്കരണം, വിശ്വാസ പരിശീലനം, ആത്മീയ അനുഗമനം എന്നിവയ്ക്കായി സമർപ്പിച്ചു. ഇതിലൂടെ ജീസസ് യൂത്ത് പ്രസ്ഥാനം സഭയ്ക്കുള്ളിൽ ശക്തമായ ഒരു ആത്മീയ പ്രസ്ഥാനമായി വളരാൻ അദ്ദേഹം വലിയ സംഭാവന നൽകി. യുവജനങ്ങളെ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വൈദികനായിരുന്നു പള്ളിയച്ചൻ. അവർക്കെപ്പോഴും ദൈവത്തിലേക്കുള്ള ഒരു വഴി കാട്ടി. ഇപ്പോഴും അച്ഛനെ തങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിയച്ഛനായി കരുതുന്ന അനേകം യുവജനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ പല ഇടങ്ങളിലുമുണ്ട്. ഇന്നത്തെ ദീപിക പത്രം പള്ളിവാതിൽക്കലച്ചനെ ആദരിച്ചുകൊണ്ട് ഒരു സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ KCBC കരിസ്മാറ്റിക് കമ്മീഷൻ സെക്രട്ടറി ജോൺസൺ തൗണ്ടയിൽ അച്ഛൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ.
കേൾക്കുവാൻ ആളില്ലാത്ത ഒരു ലോകമായി നമ്മുടെ സമൂഹം മാറുന്നുവെന്ന് നാം പരാതിപ്പെടുമ്പോഴും എത്രത്തോളം കേട്ടാലും ഒരു മടുപ്പുമില്ലാത്ത ആത്മീയ പിതാവായിരുന്നു പള്ളിവാതുക്കലച്ചൻ. ഒരു പ്രസംഗകൻ എന്നതിലുപരി പള്ളിവാതുക്കലച്ചൻ മനുഷ്യഹൃദയങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നത് മനുഷ്യരുടെ ദുഃഖങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അവരുടെ സങ്കടങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച ഒരു ആത്മീയ പിതാവ് എന്ന രീതിയിൽ തന്നെയായിരിക്കും. അച്ഛൻ രോഗിയായി വിശ്രമിക്കുന്ന കാലത്തും അച്ഛൻ്റെ അടുത്ത് പോയി തങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവച്ച് ആശ്വാസം അനുഭവിച്ച് തിരിച്ചു പോകുന്ന നൂറുകണക്കിന് വ്യക്തികൾ കേരളക്കരയിലുണ്ട്. കാരണം ഏതു പ്രതിസന്ധിക്കും പരിഹാരമുള്ള കർത്താവിലേക്ക് മനുഷ്യഹൃദയങ്ങളെ തിരിക്കാൻ പള്ളിവാതുക്കലച്ചനുള്ള കഴിവ് വർണ്ണനാതീതമാണ്. അതായിരുന്നു പള്ളിവാതുക്കലച്ചൻ. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും അതിന് സാക്ഷികളാണ്. ഇന്നത്തെ ഈ ജൂബിലിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവാണ്. അദ്ദേഹം ജീസസ് യൂത്തിന്റെ ഇന്റർനാഷണൽ എക്ലേസിയാസ്റ്റിക്കൽ അഡ്വൈസർ കൂടിയാണ്. പിതാവ് ഇന്ന് ഇവിടെ എത്തിയത് എത്രമാത്രം അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വൈകുന്നേരം വിജയപുരം രൂപതയിലെ വൈദികർക്ക് വാർഷിക ധ്യാനം തുടങ്ങേണ്ടതാണ്. ഇന്ന് രാവിലെ കോട്ടയത്തേക്ക് പോകാനിരുന്ന പിതാവ് പള്ളിവാതുക്കലച്ചൻ്റെ ഈ മൃതസംസ്കാര കർമ്മത്തിൽ ദിവ്യബലി അർപ്പിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ്. പിതാവിനെ ഞാൻ ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പള്ളിവാതുക്കലച്ചനോടുള്ള ബന്ധവും ജീസസിനോടുള്ള ബന്ധവും ഒക്കെ വെച്ച് അച്ഛൻ ഞാൻ തീർച്ചയായിട്ടും വരാം. പിതാവെ, അങ്ങയോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ നമ്മുടെ പള്ളിയച്ഛനെ യാത്രയാക്കാൻ ഏറെ വൈദികരും സിസ്റ്റേഴ്സും സുഹൃത്തുക്കളും ജീസസ് യൂത്ത് പ്രവർത്തകരും കരിസ്മാറ്റിക് പ്രവർത്തകരും അച്ഛൻ്റെ കുടുംബക്കാരും പ്രിയപ്പെട്ടവരും എത്തിയിട്ടുണ്ട്. ഈശോസഭയുടെ നാമത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടും നന്ദിയോടും